ദേ അവള് പോണ്. ഹരിയേട്ടാ ഇത് എന്നെ കൊണ്ടോ? ഹരിയേട്ടാ അത് മുറിച്ചുള്ള സാധനട്ടാ. അതുകൊണ്ട് മുറിയും, മുറിഞ്ഞ ചത്തുപോവും. അയ്യോ മാതാവേ, നീ അവളെ രക്ഷിക്കാൻ ശ്രമിക്കണ്ട. എനിക്ക് നിന്നോട് യാതൊരു പ്രശ്നവുമില്ല. അയാളായിട്ട് സംസാരിച്ചൊരു തീരുമാനത്തിൽ എടുത്താൽ നോക്ക്. എന്റെ വെറുതെ വിടണം. കളിക്കണ്ട, നിന്നെ ഞാൻ തട്ടും. രണ്ടുപേരെ തട്ടിയാലും ശിക്ഷ ഒന്ന് തന്നെയാടാ. എന്റെ മാതാവേ, അയ്യോ ദൈവമേ, ഇതൊന്നും ഊരിത്ത. എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ തട്ടണം. കുട്ടി, കുട്ടി, എനിക്കിതിലൊന്നും യാതൊരു പങ്കുമില്ലാട്ടാ. നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വിളിച്ചോണ്ട് വന്ന്. അവിടെ എത്തിയപ്പോഴല്ല അങ്ങനെ ദുഷ്ടത്തിന് എനിക്ക് മനസ്സിലായത്. ഇത് ലക്നൌവിലേക്കുള്ള ടിക്കറ്റാ. എല്ലാ ബാഗും കൂടി ഇപ്പൊ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. തൽക്കാലം അത്യാവശ്യമുള്ളൊക്കെ ബാഗിൻ്റെ അകത്തുണ്ട്. എത്രയും വേഗം നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അറിയാലോ, ആ ദുഷ്ടൻ്റെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ദിയയുടെ കൈയും കാലും വേറെ വേറെ സ്റ്റേജിൽ കിടക്കും. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ട്രെയിൻ പോകാൻ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. എന്നാലും മാതാവേ, ഒന്ന് വേളാങ്കണ്ണിക്ക് വരാൻ നേർന്നിട്ട് വരാത്തതിന് ഇത്രയും വലിയ പണി എന്റെ ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ. ഇനി ഇവിടുന്ന് ശരിയാവില്ല. എത്രയും പെട്ടെന്ന് സ്കൂട്ടാണ്. അല്ലേലും ഈ കലാകാരന്മാരൊക്കെ എങ്ങനെയാ മനസ്സിലുള്ള ക്രൂരതക്കല്ലേ വരച്ചു കൂട്ടണേ. കൈ കിട്ടിയ അയാളെ എന്നെയും കൊന്നോളയും. അയാൾക്ക് പ്രാന്താണ്, ചോരപ്രാന്ത്. വേണ്ട, ബാഗിന് വീട്ടുകൂടി ഓടാൻ പറ്റില്ല. സോറി. ഇത്രയും മനസ്സിലെന്ന് എന്റെ കർത്താവേ, എന്താ എനിക്ക് ഇത്രയും ധൈര്യം തരാൻ ഞാൻ? ധീരന് മരണം ഒന്നേ ഉള്ളൊന്ന് കേട്ടിട്ട് എന്നാ പിന്നെ മരിച്ചിട്ടെന്റെ കാര്യം. 1 2 3. നിങ്ങളിതെപ്പോ വന്നു? നീ വരുന്നതിനും എത്രയോ കാലം മുമ്പേ വന്നു. നാളെ കാലത്ത് നേരത്തെ എഴുന്നേക്കണം. അലാറം വെച്ചില്ലെങ്കിൽ ഉറങ്ങിപ്പോവും. നല്ല ക്ഷീണമുണ്ടേ. ആ പെണ്ണ് പോയില്ലേ? പോയി. സമാധാനം. അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി. നിന്നോടൊന്നും പറയാതിരുന്നത് മനഃപൂർവ്വമാണ്. ഈ മസിലുള്ളവന്മാർക്ക് മനക്കെട്ടിയും ബുദ്ധിയും ഒട്ടുമില്ല എന്നാ കേട്ടിട്ടുള്ളത്. പിന്നെ നീ പണ്ടേ ഒരു ലോലനാണല്ലോ.
അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് കൊല്ലണം, കൈയും കാലും വെട്ടിമാറ്റി വേറെ വേറെ സ്റ്റേറ്റ്സിൽ കൊണ്ടുവരണം എന്നൊക്കെ? പിന്നെ അവളെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാ പോലീസ് കണ്ടുപിടിക്കാതിരിക്കാൻ ഇതെന്താ സിനിമയാണ്? അപ്പൊ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയതോ? ആ പിക്കാസൊക്കെ തന്നെ കഴുത്തിലോട്ടാ നോക്കിയില്ലേ? കൊണ്ടില്ലല്ലോ. പൂനെ ആർട്സ് കോളേജിൽ നിന്ന് ഞാൻ പുച്ഛം മാത്രമല്ല, കുറച്ച് കളരിയും പഠിച്ചിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് പോയി കിടന്നു ഉറങ്ങടാലോ. ഇത്രയും വലിയൊരു ചതി, അതും എല്ലാത്തിനും കൂടെ നിന്ന് എന്നോട്. ആരൊക്കെ ചതിച്ചാലും ഈ ഡംബൽ എന്നെ ചതിക്കില്ല.